ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ജനാർദ്ദനൻ പേരാമ്പ്ര അനുസ്മരണം നടത്തി. ആക്ട് തിരൂരിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന ജനാർദ്ദനൻ മാസ്റ്ററുടെ 1-ാം ചരമവാർഷിക ദിനാചരണം ആക്ടിന്റെ നേതൃത്വത്തിൽ തിരൂർ സംഘം ഓഡിറ്റോറിയത്തിൽ നടത്തി. ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരിയുടെ അധ്യക്ഷതയിൽ കേരള സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ അനുസ്മരണ ഭാഷണം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് റീജിയണൽ ചെയർമാൻ ബേബി ശങ്കർ, തിരൂർ മുനിസിപ്പൽ കൗൺസിലർമാരായ നിർമ്മല ടീച്ചർ പുന്നക്കൽ, KK സലാം മാസ്റ്റർ, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, MES ജില്ലാ പ്രസിഡന്റ് കൈനിക്കര ഷാഫി ഹാജി, മുൻ DDE രമേശ് കുമാർ, PV സമദ്, PP ലക്ഷ്മൺ, PP അബ്ദുറഹ്മാൻ, ജനാർദ്ദനൻ മാസ്റ്ററുടെ ഭാര്യ രാജി ടീച്ചർ, വേണുഗോപാൽ കൽക്കത്ത, സബ്ക ഷാഫി, സതീശൻ കോട്ടകൽ എന്നിവർ അനുസ്മരണം നടത്തി. സെക്രട്ടറി കരീം മേച്ചേരി സ്വാഗതവും സന്തോഷ് മേനോൻ നന്ദിയും പറഞ്ഞു. പറയുന്നത് ഈ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ആണ്. 6-ാം തിരുമുറിൽ എന്ന് പറയുമ്പോൾ കൃത്യമായി യേശുവിൻ്റെ ഒരു ഘട്ടം ഘട്ടമായി തിരിച്ച ജീവിതത്തിൻ്റെ വളരെ പച്ചയായ മനുഷ്യനും പ്രിയപ്പെട്ട സഖിയുമായി മൊത്ത് ഉള്ള എല്ലാ തരത്തിലുള്ള ജൈവ ബന്ധങ്ങളും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ദൈവപുത്രനായി രൂപാന്തരപ്പെടുന്ന ഒരവസ്ഥയാണ്. ദൈവപുത്രനായിട്ട് രൂപാന്തരപ്പെട്ട് അദ്ദേഹം പോകുമ്പോൾ പ്രിയപ്പെട്ട സഖി വിളിക്കുകയാണ് പിന്നിൽ നിന്ന്. പോകുകയാണോ എന്ന് പറയുമ്പോൾ അദ്ദേഹം വീണ്ടും ഒരു നിമിഷം ജൈവ മനുഷ്യനായി പ്രിയപ്പെട്ട സഖിയുടെ വിളിക്കനുസരിച്ച് ആ ഈണത്തിനൊത്ത് അദ്ദേഹം ഒന്ന് പിന്തിരിഞ്ഞ് നടന്നു എന്നതാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ. അവസാനത്തെ മനുഷ്യപുത്രനായി അവസാനത്തെ ടെംപ്റ്റേഷനിൽ എന്തുണ്ടായി? ശരിയായ രൂപത്തിൽ മനുഷ്യൻ്റെ ഒരു സ്വഭാവം കൂടെ കാണിച്ചു എന്ന് പറയുമ്പോൾ അതിനുശേഷം അദ്ദേഹം ദൈവപുത്രനാവാണ്. അങ്ങനെ എല്ലാവർക്കും ഈ പകുതി ഒരു തൻ്റെ ജീവിതവും പകുതി ഒരു സാമൂഹ്യ ജീവിതവും ഉള്ളത് തന്നെയാണ്. അപ്പം അത്തരത്തിൽ ഈ തിരൂരിൻ്റെ മണ്ണിലേക്കും താന്നൂരിൻ്റെ മണ്ണിലേക്കും പറഞ്ഞയച്ച മാഷാണ്, പ്രവാചകനാണ്, സാമൂഹ്യ ജീവിയാണ്, നമ്മളെല്ലാവരുടെയും കാർമ്മവരായിരുന്നു, എല്ലാമായിരുന്നു ജനാർദ്ദനൻ മാഷ്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ ഏത് രൂപത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഒന്ന് പ്ലാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കൂടിയിരിക്കലൊക്കെ ഒരു പ്രശ്നമല്ല എന്ന രൂപത്തിലേക്ക് നമുക്ക് എത്തിച്ചേർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആക്ട് ഒന്നും കൂടി ഇതിനകത്ത് ഏത് രൂപത്തിൽ ആ പദ്ധതിക്ക് വിപുലീകരിക്കണം എന്നൊരു ആലോചിച്ചുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയ തലമുറയിലെ കുട്ടികളെ കൂടി ചേർത്ത് വെക്കാൻ പറ്റും. ജാൻ മീഡിയ ന്യൂസ് തിരൂർ.